പ്രേക്ഷകർക്കും നമസ്കാരം. Laughter is the language of the soul എന്നാണ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ ഭാഷയാണ് ചിരി. ചിരി നന്നാകുമ്പോൾ മനസ്സ് നന്നാകുന്നു. നിറഞ്ഞ മനസ്സോടുകൂടി കുറച്ച് നല്ല സമയം നമുക്ക് ചിരിച്ചുകൊണ്ട് ചിലവഴിക്കാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും Once Upon a Time വേർഷൻ 2.0 ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കിന്നാൽ നമ്മുടെ ഷോയുടെ നിറസാന്നിധ്യമായ നമ്മുടെ സ്വന്തം ശ്രീ രമേശ് പിഷാരടിയെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രമേശ് ഏട്ടൻ. വൺസ് അപ്പോൺ എ ടൈം നിരവധി എപ്പിസോഡുകൾ പൂർത്തിയാക്കി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വൺസ് അപ്പോൺ എ ടൈം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിമത്തായ ഒരു എപ്പിസോഡായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിന് അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്ന താരം ഏകദേശം 4 ദശകങ്ങളോളമായി മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഒരു അഭിനേതാവാണ്. നായകനായാണ് അദ്ദേഹം സിനിമയിലെത്തുന്നത്. പ്രതിനായകനായി ഒരുപാട് വേഷങ്ങൾ കൈകാര്യം ചെയ്തു. തുടർന്ന് ഒരുപാട് മികച്ച ചിത്രങ്ങളിൽ മികച്ച ക്യാരക്ടർ റോളുകൾ കൈകാര്യം ചെയ്തു. പിന്നീട് അദ്ദേഹം ഹാസ്യത്തിലേക്ക് വഴിമാറി. അവിടെയും അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചു. വീണ്ടും നായകനായി വരുന്ന ചിത്രങ്ങൾ പുറത്തിറങ്ങാനിരിക്കുന്നു. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഒരു അഭിനേതാവാണ് വരുന്നത്. ഏറെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഭീമൻ രഘുചേട്ടൻ. രഘുചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. ഇവിടെ വന്ന പല അഭിനേതാക്കളും അവർ വന്ന വഴികളും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുമ്പം അവർക്ക് നാടകത്തിന്റെ പാരമ്പര്യം അല്ലെങ്കിൽ അഭിനയ പാരമ്പര്യം ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ എന്റെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായത് രഘുവേട്ടൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അവിടുന്ന് ഡെപ്യൂട്ടേഷനിൽ കസ്റ്റംസിലോട്ട് പോയി. കസ്റ്റംസിൽ നിന്ന് തിരിച്ച് പോലീസിലേക്ക് വന്നു. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. തീർച്ചയായും. അങ്ങനെ അതിനു മുമ്പ് സിനിമയിൽ എത്തുന്നതിന് മുമ്പ് അഭിനയം, തമാശ അങ്ങനെയൊക്കെയുള്ള ഏരിയകളിൽ എന്തെങ്കിലും ഒരു പരിചയം ഉണ്ടായിരുന്നു രഘുചേട്ടന്? തീർച്ചയായിട്ടും. അതായത് ഞാനിവിടെ ട്രിവാൻഡ്രത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാടകം അഭിനയിക്കാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു. അപ്പൊ അവിടെ ഒരു നാടകത്തിന്റെ പരിപാടി വന്നപ്പോൾ ഞാൻ അവരോട് കരഞ്ഞു പറഞ്ഞു എനിക്കൊരു വേഷം തരണം എന്നുള്ള നാടകം. അപ്പൊ അവസാനം അവര് തീരുമാനിച്ച് ഒരു വേഷം കൊടുത്തിട്ടേ കാര്യമുള്ളത്. അപ്പൊ വേഷം ചോദിക്കേ, എന്താ വേഷം? പെണ്ണിന്റെ വേഷം. അത് ഭയങ്കര രസമായിരുന്നു. കാരണം ഈ വേഷമൊക്കെ ഇട്ട് വന്ന് ചുരുക്കം പറഞ്ഞ അതിനകത്ത് സ്റ്റേജിൽ കയറിയപ്പോൾ ഒരു സൈഡിൽ നിന്ന് അങ്ങ് പോയി. മറ്റേ ഏതാ ചിരട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം താഴെ പോയി. അവസാനം എന്തൊക്കെയോ പറഞ്ഞ് ഒരു എന്താ പറയുക, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഉള്ളു ഈ കഥാപാത്രം പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി, അതങ്ങ് വിട്ടു. അതിനുശേഷം ചങ്ങനാശ്ശേരിയിലെ NN പിള്ളയുടെ ഒരു വലിയൊരു നാടകം ഉണ്ടായിരുന്നു. നാടകത്തിന്റെ പേര് ഞാൻ ഷീലാമ്മ വെച്ച് കാബാലിക. അപ്പൊ കാബാലിക കാണാനായിട്ട് ഞങ്ങള് ഫാമിലി ആയിട്ട് പോയി. അവിടെ ഇരുന്ന് കാബാലിക കണ്ടപ്പോൾ ഈ കോമഡി സാധനങ്ങൾ വരുമ്പം തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ചിരിക്കാൻ തുടങ്ങി. ചിരി എന്ന് വെച്ചാൽ സാധാരണ ചിരിയല്ല, വളരെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ചില കഥാപാത്രത്തിനെ കാണുമ്പോൾ ഞാൻ അങ്ങ് ചിരിക്കും. അങ്ങനെ ചിരിച്ച് അവസാനം നാടകത്തിൽ ഒരാൾ പുറകെ കൂടെ അറിയുന്നത് കുറച്ചേരം വെളിയിൽ നിൽക്കാൻ പറഞ്ഞു. എന്നെ ഇറക്കി വിട്ടു. നാടകം തീർന്നിട്ട് അകത്ത് കയറാം. ഞാൻ പറഞ്ഞു നാടകം കാണാൻ വന്നില്ല, അത് കാണാതിരുന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കുകയാണ് ഇതിനകത്തിരുന്നത്. ഞാൻ പറഞ്ഞു ആ കഥാപാത്രത്തിനെ കണ്ട എങ്ങനെ ചിരിക്കാതിരിക്കും മാഷെ. രഘുചേട്ടൻ ചിരിക്കുന്നതിനൊരു കാര്യമുണ്ട്. രഘുചേട്ടന്റെ ചിരിക്ക് ചെറിയ കളിയാക്കി ചിരി ഫീൽ വരും ചിലപ്പോ. രഘുചേട്ടൻ ചിരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഇങ്ങനെ ഒരു ചിരിച്ചിട്ട് അയ്യോ ഇതാണ് ചില സംഭവങ്ങളൊക്കെ ഇതുകൊണ്ടാണ് അവരിറക്കിയിടുന്നത്. ഞാൻ ചോദിക്കുന്നത്, അപ്പോ എന്നോട് ഒരിക്കൽ രഘുചേട്ടൻ ഒരു സംഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുമ്പോൾ അനശ്വര നടൻ ജയൻ എയർപോർട്ടിലൂടെ പോകുമ്പോൾ കാണുകയും പരിചയപ്പെടുകയും എയർപോർട്ടിലേക്ക് സെക്യൂരിറ്റി ഇമിഗ്രേഷൻ ഓഫീസറായിട്ട് വരുന്ന സമയം, ആ സമയത്താണ് സത്യത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളെയും പരിചയപ്പെടുന്നതും. ജയനെ നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവില്ല. കാരണം ഫ്രണ്ടിൽ മുടിയൊന്നും ഇല്ലാതെ പുറയിൽ കുറച്ച് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം വന്ന് സെക്യൂരിറ്റി നോക്കിയപ്പോഴത്തേക്കും എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ എന്റെ നെയിം ബോർഡിൽ ഇങ്ങനെ രഘു എന്ന് എഴുതിയിരിക്കുന്നു. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി, പോലീസുകാരനാണല്ലോ, പിടിച്ചില്ലേ? അല്ല, എന്റെ പേര് നോക്കണമെങ്കിൽ ഇദ്ദേഹം ആരാന്നും എനിക്കറിയില്ല. സോ സംബടി ഞാൻ അന്ന് ജയന്റെ ഫാനാണ്. അതാണ് ഏറ്റവും വലിയ രസം. പക്ഷെ എനിക്ക് മനസ്സിലായില്ല അത്.
അത് കഴിഞ്ഞ് ഇപ്പോൾ പുള്ളിയൊന്നും പറഞ്ഞില്ല, പോയി. അന്ന് ഒരു 20 മിനിറ്റ്സ് ഫ്ലൈറ്റ് ലേറ്റാണ്. അപ്പോൾ പാസഞ്ചേഴ്സിനെല്ലാം വെളിയിൽ ഇറക്കിയിട്ട് ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കാപ്പിയെ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പോയി കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം കൂടെ ഒരാളുടെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുന്നു. അപ്പോൾ ഒരു പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, സാറേ ജയൻ സാർ വന്നിരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജയൻ സാറോ? സാറേ ഇവിടുന്ന് ഇറങ്ങിപ്പോൾ ജയനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോടാണ്, എനിക്ക് ജയനെ കണ്ട അറിഞ്ഞുവിടുന്നു. എന്നിട്ട് സാറേ ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ ഓട്ടോഗ്രാഫ് എല്ലാവരുടെയും അവിടുത്തെ ക്യാൻറ്റീനിലുള്ള പിന്നെ പുറത്തുള്ള ആൾക്കാരുടെ ഓട്ടോഗ്രാഫൊക്കെ എഴുതി. ഞാൻ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജയൻ എന്ന് പറയും. അപ്പോൾ എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. പുള്ളി ആദ്യം ചോദിച്ചു, എന്നെ മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സോറി, നിങ്ങളെ സിനിമയിൽ കാണുന്ന ഒരു മുഖം വേറെ, നിങ്ങളെ നേരിട്ട് കാണുന്ന ഒരു മുഖം വേറെ. അപ്പം പുള്ളി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു, വിഗ് കൊണ്ടുള്ള സെറ്റപ്പുകളും കാര്യങ്ങളും. അങ്ങനെയാണ് ജയനുമായിട്ട് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അതിനുശേഷം ഒരുപാട് കാലങ്ങൾ അദ്ദേഹം ട്രിവാൻഡ്രത്തിൽ കൂടെ പോവുകയും വരികയും എയർപോർട്ടിൽ കൂടെ പോകും. അങ്ങനെ ഒരു ഭയങ്കര ഇതുണ്ട്. അപ്പൊ നമുക്ക് ഇനി അവിടെ ഇരിക്കാം, നമ്മുടെ പ്രകടനങ്ങളിലേക്ക് കാണാം. താങ്ക് യു രചേട്ടാ, പരിപാടി വളരെ, അതായത് ഫണ്ട്സ് അപ്പോൺ എ ടൈം. ഞാൻ വന്നെ പിഷാരോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഫണ്ട്സ് അപ്പോൺ എ ടൈം. ഞാൻ പറഞ്ഞു വൺസ് അപ്പോൺ എ ടൈം കേട്ടിട്ടുണ്ട്, ഫണ്ട്സ് അപ്പോൺ എ ടൈം ആദ്യമായിട്ട് കേൾക്ക്. ചേട്ടാ അതാണ് ഇത് നിനക്ക് ചെയ്യാൻ പോണത്. ചേട്ടൻ കണ്ടു ഒരു കിഡിലെ സാധനം വരാൻ പോകുന്നു. വൺസ് അപ്പോൺ എ ടൈം. അയ്യോ അയ്യോ അയ്യോ. Okay, let's move on to our first stand-up performance. We have Azzy from Wayanad. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ പ്രവാസിയാണ്. പ്രവാസിയാണ്. ഓക്കെ. അതെന്താ ചെറിയ പ്രവാസി? അതായത് കാലങ്ങളോളം ഇവിടെ വന്നു കഴിഞ്ഞ് ജൂനിയർ ആർട്ടിസ്റ്റായി കൊതുവിന്റെ കടിയൊക്കെ കൊണ്ട് കഴിഞ്ഞ് അവസാനം ഇത് രക്ഷപ്പെടൂല എന്ന് തോന്നിയപ്പം നാട് വിട്ടത്. ജൂനിയർ ആർട്ടിസ്റ്റ് ഒരുപാട് പ്രാവശ്യം, കാലങ്ങളോളം. എത്ര വർഷം നിന്നു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്? ഞാനൊരു 14 വയസ്സാന്നിട്ട് ഞാൻ തെരുവ് നാടകങ്ങളിൽ വന്നാണ്. അത് കഴിഞ്ഞ് ഒരു സാറിന്റെ പഞ്ചവർണ്ണത്തെ അതിന്റെ കുറച്ച് മുമ്പ് അണിബി 2 പടം ചെയ്യുന്ന ആ സമയത്ത് അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാറേ പിടുത്തം കിട്ടില്ല. ഇതുപോലൊരു TV പരിപാടിയിൽ ആദ്യമാണോ? ഇത് ആദ്യമായിട്ടാണ്. ഈ 14 വർഷത്തിന്റെ ഇടയിൽ ഞാൻ എത്രയോ ആൾക്കാരോട് പറഞ്ഞ് വല്ലാത്തൊരു അനുഗ്രഹം കിട്ടിയത്. ഇത് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് കലയെ കൊതിക്കുന്ന, ഒരുപാട് കല ഇഷ്ടപ്പെടുന്ന ഇഞ്ഞെപ്പോലുള്ള ഒരുപാട് സാധാരണക്കാരുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ കോലത്തിൽ ഇതുപോലുള്ള ഈ കോട്ടൊക്കെ തന്ന് കുട്ടപ്പനാക്കി നിർത്താൻ ഈ ഒരു പരിപാടി അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ആർക്കും കയറി വരാം. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഫയർ കളയാതെ കാത്തു സൂക്ഷിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം അത് ഒരു സമയം വരും, അതിലത് എത്തുക തന്നെ ചെയ്യും അല്ലേ രചേട്ടാ? തീർച്ചയായും. അത് മാത്രമല്ല, ഈ വയനാട് ഇപ്പൊ നല്ല തണുപ്പുള്ളൊരു സമയമല്ലേ? അപ്പൊ ആ വയനാട്ടിൽ നിന്ന് എന്നാണ് നിങ്ങൾ ചുരം ഇറങ്ങി വന്നത് താമരശ്ശേരിയിൽ നിന്ന്? ഞാനൊരു 5 ദിവസമായി. 5 ദിവസമായി. അപ്പൊ ആ തണുപ്പിന്റെ ഇടയ്ക്ക് ഈ ഉള്ളിൽ ഇരിക്കുന്ന തീയുമായിട്ട് നിങ്ങൾ എറണാകുളത്ത് എത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. അതിന് രഘുവേട്ടാ, ഇതുവരെ ഞാൻ വന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന അത് ലുക്കിൽ തന്നെ വ്യത്യാസം ഉണ്ടല്ലോ. കോട്ട് സൂട്ടും ഒക്കെ ഇട്ടല്ലേ വന്നിരിക്കുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളില് കല എന്ന് പറയുന്ന ഒരു സാധനം നേരത്തെ വന്ന് കൂടിയിട്ടുണ്ട്. അതിൽ നിന്നൊരു ചേഞ്ചിലേക്കാണ് പിഷാരിയുടെ ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈമിലേക്ക് നിങ്ങൾക്ക് വരാനും നിങ്ങളുടെ ഇവിടുത്തെ പെർഫോമൻസ് വെച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേറെ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ദൈവം ഉണ്ടാക്കി തരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും. Okay, Azzy ചേട്ടാ, we are really happy that you are here at last. എന്തായാലും all the best. Please do well, okay? നിർത്ത്. അങ്ങനത്തെ ഭാഷ എന്നോട് പറയല്ല. നമുക്ക് മലയാളം മാത്രമേ അറിയൂ. അപ്പൊ പിന്നെ നിങ്ങൾ ഇവിടെ പൊളിക്കുക, തകർക്കുക, അല്ല അടിപൊളിയായിട്ട് പ്രകടനങ്ങൾ അങ്ങ് കാഴ്ചവെക്കുക, സ്റ്റാൻഡപ്പ് പെർഫോമൻസ് അങ്ങ് കാഴ്ചവെക്കുക. ഓൾ ദി ബെസ്റ്റ്. ആയിക്കോട്ടെ. രമേശേട്ടാ, ഈ പരിപാടി തുടങ്ങുന്നതിന്റെ ഇടയ്ക്ക് ഈ മോളിലുള്ള ലൈറ്റുകൾ ഓഫ് ആയിക്കോളി. എന്തു പറ്റി? ഇന്റെ തലേന്ന് അത് നിങ്ങളെ മോലേക്ക് വരുമ്പോൾ എക്സാറിൻ്റെ ഉള്ളിൽ നിന്ന് ഭാര്യയിൽ കാണുന്ന കാര്യം ഞങ്ങൾ കാണുന്നത്. തേജ് രമേശേട്ടൻ, ഞാൻ വരുന്നത് താമരശ്ശേരിന്നാ, നിവൃത്തിയോടുകൊണ്ടാണ് വന്നത്. വരുമ്പോ എന്നോട് എന്റെ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞിരിക്കുന്നു താമരശ്ശേരി വന്നോണ്ട് നിവൃത്തിയുടെ കുതിരവട്ടം താമരശ്ശേരി ആണ്. അപ്പുവട്ടം പറഞ്ഞ ചുരത്തു കൂടിയാണ് എന്റെ വരവ്. അപ്പം തന്നെ എന്റെ നാട്ടുകാർ പറഞ്ഞിരിക്കുന്നു, മോനെ ഈ പരിപാടികൾക്ക് പോണതിന് കുഴപ്പമില്ല, കാരണം ഏറ്റവും വലിയ എനർജിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം അതാരാന്ന് ചോദിച്ചാൽ അത് രമേശ് പിഷാരടിയാണ്, മൂപ്പരയിൽ കണ്ടമാനം എനർജി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് ഇത് കിട്ടാൻ എന്താ വഴി? ഒന്നുമില്ല, മൂപ്പര് ഒന്നിങ്ങ് ആവാഹിച്ചെടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആവാഹിച്ചാണ് ഉള്ള അവതരിച്ചും ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ കാര്യം പറയാന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളാണ് പറയാനുള്ളത്. എന്റെ അബദ്ധങ്ങളെല്ലാം കൂടി പറഞ്ഞാൽ വിഷു മുതൽ അടുത്ത വിഷു വരെ പറഞ്ഞാൽ തീരൂല. കുറച്ച് പറയാ. ചെറുപ്പത്തിൽ ഒരു ദിവസം നമ്മൾ കിടന്നുറങ്ങുമ്പോ ഉമ്മ വന്നു കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞു, മോനെ എന്റെ കല്യാണം ആടാന്ന്.
പടച്ചവനെ. ഉമ്മനോടോ പറഞ്ഞേ, ഉമ്മ കല്യാണം കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേങ്കിൽ നമുക്ക് മഞ്ജുവിന് തന്നെ കെട്ടണമെന്ന്. ഉമ്മ മുഖം കോട്ടിങ്ങാഞ്ഞ് പറഞ്ഞേ ഞായറാഴ്ചയായി കല്യാണം ഇങ്ങനെ പുക്കാർത്തായി, കുടുംബങ്ങളൊക്കെ വന്ന് ഇഞ്ചൊരു വയസ്സായ മൂത്തമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മോനേന്നൊരു ഒരു ആക്കല്. ഞാനും വിചാരിച്ചു ഈ തള്ളെന്തിനാണ് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്നതിന് ഇങ്ങനൊരു ഇതൊക്കെയാണ്. എന്തായാലും വേണ്ടിയില്ല. ഉമ്മൻ്റെ അടുത്ത് ഞാൻ പോയി കഴിഞ്ഞ് പറഞ്ഞു, കല്യാണമൊക്കെ അല്ലമ്മ, പുതുക്കത്തിന് ജീപ്പൊന്നും വരുന്നില്ലല്ലോ. പുതുക്കം തന്നെ രമേശേട്ടന് മനസ്സിലായോ, പെണ്ണിനെ കൊണ്ടുവരുന്ന പരിപാടിയാണ്. അപ്പൊ ഉമ്മ അത് വരുമെന്ന് പറഞ്ഞു. പാപ്പാനോട് ചോദിക്കുകയെന്ന് പറഞ്ഞു. വാപ്പൻ്റെ അടുത്തേക്ക് ഞാൻ പോയല്ല, കാരണം വാപ്പക്ക് ഇന്നെ കാണുക എന്ന് പറയുന്നത് സബർവാസം കാണാതിരിക്കുക. സബർവാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറുക്കപ്പെട്ട മാസം കാണാതിരി. മൂപ്പര് ഇന്ന അടുത്തേക്ക് വരല് തന്നെ എന്നെ സ്നേഹിക്കാനാ. കാലിൻ്റെ ഞെരിയാണി മുതൽ അര വരെ ചീമക്കൊന്നെൻ്റെ വടിയുണ്ട്. ഇതാണ് നമ്മളെ സ്നേഹം. വാപ്പൻ്റെ അടുത്തേക്കൊന്നും ഞാൻ പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊലായിന്നൊരു അശരീരി കേട്ട് ഈജവിടറാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എല്ലാം അങ്ങോട്ട് മാറിയെന്ന് കഴിഞ്ഞ് പാപ്പാന്റെ കുട്ടി ഒരു കാര്യം ചെയ്താ, ആ സൗസറും കുപ്പായും അങ്ങ് കഴിച്ചാള്. കാരണം പുതുക്കത്തിന് പോകുമ്പോഴേ അത് കേട് വരണ്ടെന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചത് സത്യമായിക്കുമെന്ന് വിചാരിച്ചു. ഞാനെന്തെന്നില്ലാതെ സന്തോഷം ചെയ്ത് ഞാൻ ട്രൗസറും കുപ്പായും കഴിക്കാൻ വേണ്ടി ആത്തൊക്കെ അങ്ങോട്ട് കയറി. ഇഞ്ച പൊന്നൊരു രഘുട്ടാ, എനിക്കുണ്ട് കുറച്ച് അറാൻ പറഞ്ഞ തണ്ട കയ്യൻ അമ്മമാര്. ഈ പഹേരിഞ്ച കയ്യും കാലും പിടിച്ച് ആത്തൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ മലത്തി ഇങ്ങോട്ട് കിടത്തി. ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വയനാടൻ ചോരം പോലെ ഉണ്ട് ഒരു അലാക്കിന്റെ പഹയന് ഒരു കത്രികയും കൊണ്ട്. എനിക്ക് കല്യാണം വേണ്ടോ എന്ന് പറഞ്ഞ് പൊരിഞ്ഞൊല്ലോളി. അതിലിഞ്ച കാല് സുഖമില്ലാത്തൊരു അമ്മോനുണ്ട്, ഞൊണ്ടി വന്നു കഴിഞ്ഞു എന്നെ കല്യാണം കഴിപ്പിക്കടാ. യാതൊരു നിവൃത്തിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങോട്ട് മലത്തി കിടത്തി കണ്ണിങ്ങോട്ട് പൊത്തിക്കുന്ന പൊന്നു രഘുട്ടാ. പിന്നെ ഫസ്റ്റ് അപ്പത്താണെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പെണ്ണിട്ട് കല്യാണവും മറ്റൊന്ന് സുന്നത്ത് കല്യാണവും. നോക്കിക്കോളി, പിടുത്തം വിട്ടു പോണ്ട. നമ്മളെ പറഞ്ഞ അടുത്തൊരു സുരേഷ് ഉണ്ട്. സുരേഷ് സാലി എന്ന് പറഞ്ഞൊരു ചെറിയോളോട് ഐ ലവ് യു എന്ന്. അന്ന് നമുക്ക് 4ാം ക്ലാസ്സിൽ നിന്നാണ് ABCD പഠിപ്പിക്കുക നമ്മൾ രഘുട്ടനൊക്കെ അല്ലേ. നമ്മളൊക്കെ ഇപ്പോഴതല്ല, ഇപ്പം പെറ്റ് വീണത് ഇംഗ്ലീഷിലാണെന്നല്ലോ വിളിക്കുക. എന്തിനു പറയുന്നു, ഒന്ന് പ്രസവിക്കണം ഇപ്പം ഡിഗ്രി പാസ്സാണ് ഇപ്പോഴത്തെ കാലത്താ. അങ്ങനെ സുരേഷിനോട് ഞാൻ ചോദിച്ചു, സുരേഷേ നീ സാലിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ, അതെന്താന്ന് ചോദിച്ചു. എടോ അത് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എനിക്ക് ഓളെ ഇഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഇഷ്ടമാണെന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു ലവ് യു ഉണ്ടോയെന്ന് ചോദിച്ചു. അതുണ്ട് എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ എൻ്റെ പൊന്നു രമേശ് ചേട്ടാ സ്കൂളിലായിട്ട് കയറി ചെന്ന് ഇങ്ങേ ഭാഗത്തുനിന്ന് അങ്ങോട്ട് കയറിയപ്പോൾ മഞ്ജുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ താളം തുള്ളി വരുന്നേ. ഒന്ന് അങ്ങോട്ടൊന്ന് ഈ കുട്ടിക്ക് അല്ലെങ്കിലും എന്നെ കാണുമ്പോൾ ഒരു ഉറപ്പാണ്. അന്നിട്ടോ ഇന്ന് ഞാൻ കുട്ടീനെ അടിയച്ച് അങ്ങനെയാ. ഞാനിങ്ങനെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഹെഡ്മാഷുണ്ടോ പിയൂണുണ്ടോ, ആരുമില്ല. മോളെ ഐ ലവ് യു എന്ന് പറഞ്ഞു. ഇവള് വിചാരിച്ചതെന്തോ ഞായക്കേടാണെന്ന്, അതായത് തെറിയാണെന്ന് വിചാരിച്ചു. ഇവള് ഉറഞ്ഞു തുള്ളിയില്ലേ പോകണ്ടായിരുന്നേ. ഇനി ഐ ലവ് യു, ഞാൻ ഐ ലവ് യു അല്ല, ഇനി ഞക്കൊലത്ത് കൂട്ടരുത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പറ്റാണ് കേട്ടോ. കാരണം ഇംഗ്ലീഷ് അറിയാൻ പറ്റാത്തവരോട് ഇംഗ്ലീഷ് പറയാൻ നിൽക്കരുത്. ഇവളെ ഡയാനമോൾ അത് പറഞ്ഞപ്പോൾ ഞാനതാ പറഞ്ഞു, കുഞ്ഞിമോളെ നീ അത് പറയരുത്, അത് നമ്മൾക്ക് അറിയൂല, നമ്മൾ വേറെ എന്തോ കേൾക്കുക. സത്യമല്ലേ? അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് നമ്മളെ നാട്ടിലൊരു പരേഡ് വന്ന്. പരേഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഫ്രൈ അതിന് നമ്മളെ നാട്ടിൽ ലെപ്രൈ എന്നാ പറയുക. പരേഡ് എന്നൊന്നും ആരും പറയൂല, ഒരു ഉൾഗ്രാമമാണ്. അങ്ങനെ നമ്മൾ ലെപ്രൈ ഒക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെ മഞ്ജുവിൻ്റെ അമ്മക്കൊരു പൂതി, ഒരു ഡയലോഗ്. ഈ തള്ളക്ക് ഈ ഒരു മോള് മാത്രമേ ഉള്ളൂ. ഒറ്റ നെഞ്ഞത്താളിയാ ഞങ്ങൾ അടിക്കുന്നിടത്ത്. എന്നാലും എനിക്ക് അമ്മക്കളില്ലായിട്ടല്ലേ എൻ്റെ മോളങ്ങൾ ലെപ്രയിൽ കൂട്ടാഞ്ഞ് കുരുത്തം കെട്ട അസീന വരെ ഞങ്ങൾ കൂട്ടിയില്ലേ. എൻ്റെ മോളെ കൂട്ടിയില്ലേലും എനിക്ക് അമ്മക്കളില്ലായിട്ടല്ലേ. മലക്കുൽ ജബ്ബാറായ തമ്പുരാനെ എനിക്ക് അടുത്ത പേർന്ന് തന്നെങ്കിലും 2 ആമക്കളെ തരണേന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ പഠിപ്പിക്കുന്ന ചേട്ടൻ പറഞ്ഞ്, താത്ത നിങ്ങൾ ഇങ്ങോട്ടേരി, നിങ്ങൾ അടുത്ത പേർന്ന് നിൽക്കണ്ട, നിങ്ങൾ ചെറിയോളോട് ഇങ്ങോട്ട് വരാൻ പറയുന്ന പറഞ്ഞു. എൻ്റെ മനസ്സിൽ അപ്പോ മറ്റേത് പൊട്ടിത്തെറിച്ച്. കാരണം നമ്മൾ ആദ്യം സ്ത്രീ സമത്വത്തിന് ഒരു മുൻതൂക്കം കൊടുക്കുന്ന ആളാ, പ്രത്യേകിച്ച് ഇവിടെ മഞ്ജുവാ. അയിമൽ പിന്നെ ഞാൻ ചെറിയോളോട് മോളെ ഇടത്തേക്കാലം മുന്നോട്ടേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ജഗ്ഗപ്പോകാക്കുന്നുണ്ട്. ചുരുക്കി പറയാം, പരിപാടി അങ്ങോട്ട് തുടങ്ങി അടിവാരം മുതൽ താമരശ്ശേരിങ്കര വരെ ഇങ്ങനെ ലെപ്രൈ നിന്ന് കത്തുക. അതിൽ നമ്മളെ മണിയട്ടിൻ്റെ വളവെത്തിയപ്പോൾ 22 കാർഡ് എത്തിയപ്പോൾ ഇഞ്ചമ്മയിട്ട് ഓലമ്മയിട്ട് നാട്ടുകാർ മൊത്തം കാണാൻ നിൽക്കുന്നുണ്ട്. ഈ ചില അമ്മമാർക്ക് ഉണ്ട് സ്വന്തം മക്കൾ പെർഫോം ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ കാണാം. പെർഫോം ചെയ്യുമ്പോൾ ഈ അമ്മമാരെ ലിപ്പ് ഇത് ചുണ്ടിങ്ങനെയാണ് ആക്ഷൻ കാണിച്ചു തരും. അതുപോലെ ഈ അമ്മക്ക് ഇഞ്ച മോളാണെന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ ബോധ്യപ്പെടുത്തണം. തള്ളാച്ച എന്തെന്നല്ലാത്ത രാതി ചെറിയോളാണെന്ന് വെച്ചാൽ കയ്യിലൊരു വടിയായിട്ട് ഇങ്ങനെ നിന്ന് തള്ളുകയല്ലേ. ഇഞ്ച മോളെ കൂട്ടിയോ മാഞ്ചോ പാണ്ട
മഞ്ജു അത് കണ്ട്. പക്ഷേ എങ്കിൽ ഈ താളം പോകല്ലേ, ലെഫ്റ്റ് താളം പോകും. താളം പോണേനെ കൊണ്ട് മറുപടി പറയാൻ കഴിയൂല. പക്ഷേ എങ്കിൽ തള്ള വിടൂലെന്ന് മഞ്ജുവിന് മനസ്സിലായി. മഞ്ജു ലെഫ്റ്റ് താളം തെറ്റിക്കാണ്ട് ഒരു ഒറ്റ കീച്ചല. എന്തെന്നറിയോ? ഞാൻ സത്യം പറയാ ചെഞ്ച കണ്ണ് തള്ളി. ഈ പഹച്ചി ആ നടത്തം നേരെ നടന്ന് കേറി പോകുന്ന എങ്ങോട്ടും അറിയാം കേട്ടാ. ജീവിതത്തിൽ കേറുമ്പോ ഇവള് പറഞ്ഞ് ഞമ്മക്ക് ഒരുമിച്ച് ലെപ്രൈ അടിച്ചാല് നമ്മളെ ജീവിതം സ്വർഗാണ്, ചക്കാണ്, ചക്കക്കുരുവാണ്, നമ്മളെ രണ്ടാളെയും കൂടി ഒരു കവറിൽ മറുവയ്ക്കണോന്ന്. 1.5 കിൻഡലുള്ള ഈ പണ്ടാരോ ഞാനും 6 അടി മണ്ണിൽ എങ്ങനെ ഒരുമിച്ച് കിടക്കും? നിങ്ങളെല്ലാം കൂടിയിട്ട് ഇനി ഒന്ന് സഹായിച്ചു തരണം. കാരണം 2-3 മക്കളും പന പോലെയുള്ള പെണ്ണുങ്ങളും പൊരയുണ്ട്. ഞാൻ കാക്കണങ്ങൾ. ഹസീക്ക, വളരെ രസകരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. വയനാട് ഒരിക്കലാണ് സംസാരിക്കുന്നത്. പേരെങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? അസീസ് എന്നുള്ളതാണ്. ഞാനത് മെല്ലനെ ലേശം കുറഞ്ഞത് കുറഞ്ഞ ഹസിയൊക്കെയാണോ? ഓക്കെ, രഘുവേട്ടാ പറയൂ, എങ്ങനെയായിരുന്നു? ഹസി നല്ല നന്നാന്തരം പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ പറഞ്ഞ ആ സ്ലാങ് ഉണ്ടല്ലോ, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഷാജി കൈലാസിന്റെ നീലക്കുറുക്കൻ എന്ന് പറഞ്ഞ പടത്തിൽ ഞാനൊരു മുസ്ലിം വേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് ആദ്യം വെച്ചിരുന്ന ഡയലോഗ് സാധാരണ മലയാളീസിൻ്റെ ഇതായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഷാജിയോട് ആദ്യം ചോദിച്ചു, ഷാജി ഞാൻ ഈ ഒരു അസൽ മുസ്ലിം സ്ലാങ്ങിലേക്ക് ഇത് കയറിയാൽ നന്നായിരിക്കില്ലെന്ന്. ചേട്ടാ അതൊക്കെ വലിയ പാടായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ മുസ്ലിം വലിയ ലെങ്തി ഡയലോഗാണ്, അത് പറയാൻ ഒരുപാട് പാടുപെടും. ഞാൻ പറഞ്ഞു പാടുപെടാത്ത രീതിയിൽ നമുക്കത് ചെയ്യാം, കുഴപ്പമില്ലാന്ന്. അങ്ങനെ ആ കഥയിൽ അത് നീലക്കുറുക്കൻ കാണുമ്പോൾ അറിയാം നമ്മൾ പറയണ അങ്ങോട്ട് കേക്കി ഏത് മനസ്സിലായ എന്ത് ഈ ഒരു ചിരിയൊക്കെ ഇട്ട് ഞാനത് പെർഫോം ചെയ്തു. എനിക്ക് ആ നിങ്ങളത് ഹസി പെർഫോം ചെയ്തപ്പോൾ ഞാൻ നേരെ നീലക്കുറുക്കല്ലായിരുന്നു കുറച്ചു നേരം. അതെ, കാരണം നിങ്ങളുടെ ആ ഭാഷയ്ക്ക് നിങ്ങൾ ഒരുപാട് തമാശകൾ പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഭാഷ കേട്ടിരിക്കാനായിട്ട് ഈണവും താളവും ഒക്കെ ഉണ്ട്. ചില പാട്ടുകൾ അതുകൊണ്ടാണ് നമ്മൾ അന്യഭാഷാ പാട്ടുകൾ കേൾക്കുന്നത്. നമുക്ക് ഇതിന്റെ അർത്ഥം പറഞ്ഞിട്ടല്ല കേൾക്കുന്നത്, അതിന്റെ ഈണവും താളവും നമ്മളെ ആകർഷിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിലെ പാട്ട് നമ്മൾ കേൾക്കുന്നത്. എനിവേ ഗംഭീര പ്രകടനമായിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു രസികൻ സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായിട്ട് വരുന്നു ശ്രീറാം ഫ്രം എറണാകുളം. ശ്രീറാം, സ്വാഗതം. ശ്രീറാം, നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്, പിന്നെ ബൈ പ്രൊഫഷൻ അക്കൗണ്ടന്റ് ആണ്. എവിടെയാണ്? എറണാകുളത്ത് തന്നെയാണ്. രഘുവേട്ട, ഇതര തൊഴിൽ മേഖലകളിലുള്ള ഒരുപാട് പേര് ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. എല്ലാവരും ഇപ്പോൾ തമാശയുടെ പ്രചാരകരായി മാറിയിരിക്കുകയാണ്. അല്ല, നന്നായിട്ട് എന്ത് പെർഫോമൻസ് ആണ് താങ്കൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? ഒരു സിനിമയും മൾട്ടിപ്ലക്സും വെച്ചിട്ട്. സിനിമയും മൾട്ടിപ്ലക്സും. വെരി ഗുഡ്, വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. നമ്മളൊരു 20-25 വർഷം മുമ്പ് നമ്മളൊരു സൂപ്പർ സ്റ്റാൻഡ് സിനിമ റിലീസായി കണ്ടു കഴിഞ്ഞ ഒരു കാഴ്ചകളുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോലീസ് വണ്ടി കുറേ പോലീസുകാർ കുറേ പേരെ ഇട്ട് തല്ലിപ്പറക്കുന്നു. ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞ പേരിൽ ഒരു തുരങ്കം ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് കുറേ പേര് ഇടി ഓടുന്നു, ചവിട്ടുന്നു, മണ്ടേ കൂടെ കയറി നടക്കുന്നു. പുറത്ത് ആൺസിംഹങ്ങൾ പെൺസിംഹങ്ങളുടെ കാലിൽ വീണിട്ട് ടിക്കറ്റിന് വേണ്ടി കെഞ്ചുന്നു. ഇതൊക്കെ ആയിരിക്കും. പക്ഷേ സ്വന്തം കയ്യിലെ കാശ് മുടക്കി പോലീസിന്റെ അടി കൊണ്ട്, നാട്ടുകാരുടെ ഇടി കൊണ്ട് സ്വന്തം ഷർട്ടും കീറി തിയേറ്ററിൽ പോകുന്ന ഒരൊറ്റ രാജ്യക്കാരെ അന്നുണ്ടായിരുന്നുള്ളൂ, അത് ഇന്ത്യയാണ്. അപ്പോൾ കാലം മാറിയപ്പോൾ കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ടെലിവിഷൻ സീരിയൽ വന്നിട്ട് 13 ദിവസം ഉണ്ടാവുള്ളൂ, 13 എപ്പിസോഡ്. സിനിമ വന്നിട്ട് അത് 300-500 ദിവസം എല്ലാം പോകും. പക്ഷേ കാലം മാറിയപ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ വന്ന തിയേറ്ററിൽ 13-15 ദിവസമായി, സീരിയൽ വന്നിട്ട് ഇപ്പോൾ ടി വിയിൽ 500-1000 ഒക്കെ ആയി. അപ്പോൾ പണ്ട് സിനിമ റിലീസായി ഹിറ്റാവണമെന്നുണ്ടെങ്കിൽ 50 ദിവസം, സൂപ്പർ ഹിറ്റാണെങ്കിൽ 100 ദിവസം, അതൊക്കെയാണ് അന്നത്തെ കണക്ക്. ഇപ്പോൾ അത് മാറി. 3 ദിവസം ഓടിയല്ലാതെ ഹിറ്റാണ്, 5 ദിവസം സൂപ്പർ ഹിറ്റാണ്, 10 ദിവസം ഓടിയത് ബ്ലോക്ക് ബസ്റ്ററാണ്. ഇനി ഒരു ഷോയിൽ തന്നെ നിൽക്കുന്ന പടങ്ങളുണ്ട്, അതിൻ്റെ പ്രൊഡ്യൂസർ ബ്ലസ്റ്ററാണ്. ഇപ്പോൾ സിനിമയിൽ നമ്മൾ ചില ആഘോഷങ്ങളൊക്കെ കാണുന്നുണ്ട്, 50 ദിവസം 100 ദിവസം എന്നൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ സിനിമ 50 ദിവസം ഓടിയിട്ടുള്ള ആഘോഷമല്ലത്, അത് സിനിമ ഇറങ്ങിയതിൻ്റെ 50-ാം ദിവസമാണത്. അത് ഒരു ദിവസം ഓടിയാലേ അത് ആഘോഷിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആഘോഷം ഇല്ലെങ്കിൽ ഈ സിനിമ എടുത്തവരും മറന്നു പോകും, അങ്ങനെ സിനിമ എടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓർമ്മകൾ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കാം, അത് 50-100-നൊന്നും ഒരു കണക്കുമില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം ഒരുപോലെയാണെന്ന്. കാരണം ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയക്കാരും വരും, സിനിമ റിലീസാകുമ്പം സിനിമാക്കാരും വരും.
പിന്നെ ഇവരുടെ ഒന്നും നമുക്ക് എവിടെ നോക്കിയാലും ഇവർ തന്നെ ആയിരിക്കും. ടിവിയിലും റേഡിയോയിലും ഫ്രിഡ്ജിലും വീട്ടുമുറ്റത്തും ഒക്കെ ഇവർ തന്നെ ആയിരിക്കും. രാഷ്ട്രീയക്കാർ വോട്ട് ചോദിക്കും, സിനിമക്കാർ സിനിമ കാണണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കും. പക്ഷേ ജയിച്ചു പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ 5 വർഷത്തെ കാണില്ല, സിനിമ പോയി കഴിഞ്ഞാൽ ഇവരെയും കാണൂല. പിന്നെ അടുത്ത അറ്റംപ്റ്റ് വരണം, അത് റിപ്പീറ്റ് ആണത്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമക്കാർ നമ്മുടെ സർക്കാർ ഓടിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ് പോലെയൊക്കെയാണ്. കാരണം വേണമെങ്കിൽ ആൾക്കാർ കയറിയാൽ മതി, ഇല്ലെങ്കിൽ വേണ്ടടാന്ന് പറഞ്ഞിട്ടാണ് അന്നത്തെ ചിന്താഗതി. അപ്പോൾ ഇത് ഇങ്ങനെ പെട്ടെന്ന് ആളെ കിട്ടത്തില്ല. അപ്പോൾ ആളെ കിട്ടാൻ വേണ്ടി കുറേ ടെക്നിക്സ് ഉണ്ട് അതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ടീസർ, ട്രെയിലർ, പിന്നെ തിരിച്ചറിയൽ പരേഡ്. തിരിച്ചറിയൽ പരേഡ് അല്ല, അതിന് ക്യാരക്ടർ പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇറക്കുന്നത്. ഇതൊക്കെ പഠിക്കണം, എങ്കിലേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ സിനിമക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം അതിലേറ്റവും ഭീകരം എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. അത് സാധാരണ ഇന്റർവ്യൂ ഒന്നും അല്ല, മനസ്സിന്റെ ഉള്ളറകളിലേക്ക് അവർ കോടാലി വെച്ച് വെട്ടും. അതിന്റെ പേര് തന്നെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും കൊല്ലും ഞാനും ചാവും, ഒരു ചോദ്യം പല കണി പല പണി, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ സിനിമക്കാർ വന്നിട്ട് ആധ്യാത്മികം, താത്വികം, സാമ്പത്തികം, ആഗോള പ്രതിസന്ധി ഇതെല്ലാം പഠിച്ചിട്ട് വേണം വരാൻ. അല്ലെങ്കിൽ പണി കിട്ടും. ഇനിയിപ്പോൾ പഠിച്ചാലും പണി കിട്ടും, അത് ഉറപ്പാണ്. ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ സിനിമാ തിയേറ്റർ മാറിയിട്ട് ഒരു ഇത് വന്നതാണ് മൾട്ടിപ്ലെക്സ്. അത് മൾട്ടിപ്ലെക്സിന്റെ 2 തരത്തിലുണ്ട്, പ്രീമിയം മൾട്ടിപ്ലെക്സും സാധാരണ മൾട്ടിപ്ലെക്സും. അപ്പോൾ ഞാൻ ഒരു ദിവസം ഈ പ്രീമിയം മൾട്ടിപ്ലെക്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം പോയി. അവിടെ പോയി ഇരുന്നപ്പോൾ തന്നെ ഒരു പയ്യൻ കോട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പറഞ്ഞു, സാർ കുടിക്കാൻ എന്തെങ്കിലും വേണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നോട് സാറിന് വിളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 2 മുട്ട പപ്സ് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, മുട്ട പപ്സ് ഇവിടെ ഇല്ല സാർ, ഈ മെനു കാർഡ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന്. അങ്ങനെ മെനു കാർഡ് നോക്കി. ആ മെനു കാർഡിൽ എഴുതിയിരിക്കുന്നത് മൊജീറ്റോ, സ്പജീറ്റോ, മാർഗരീറ്റോ എന്നൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, നീ എണീറ്റോ എന്ന് ആ പയ്യൻ പറഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ലിസ്റ്റിലെ പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഏതോ ഇറ്റലിയിലെ ഏതോ തെരഞ്ഞെടുപ്പടൊക്കെയാണ് അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റാണ് ഈ കാണിക്കുന്നത്. അതിൽ പൈസ അടയ്ക്കാൻ നമുക്ക് EMI സ്കീമൊന്നും കിട്ടില്ല, അതുകൊണ്ടേ മാത്രമേ ആ കാര്യമൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും എപ്പോഴും ഞാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞാലും ഒരു സീറ്റ് ഇവിടെ വേക്കൻ്റ് ആയി കിട്ടണമെങ്കിൽ നമുക്ക് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടാവും, ആരെങ്കിലൊക്കെ വന്നിരിക്കുന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് ആരെങ്കിലൊക്കെ വന്നിരിക്കുന്നുള്ളത്, എനിക്ക് സന്തോഷമല്ല. പക്ഷേ അതെപ്പോഴും 2 സീറ്റായിരിക്കും വേക്കൻ്റ് ആയിട്ടുള്ളത്. അത് ഈ കപ്പിൾ വരും. ഞാനൊരു ക്രോണിക് ബാച്ചിലറാണ്. എനിക്ക് കപ്പിളിനെ കാണുമ്പം അസൂയൊന്നും തോന്നുന്നില്ല, പക്ഷേ ഒരു ചെറിയൊരു നെഞ്ചുവേദന വരും. ആ കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വന്നിട്ട് സിനിമ കാണണം, നടക്കൂല. ആ ആൺ കപ്പിളിനെ പെൺ കപ്പിളിനെ ഇമ്പ്രസ് ചെയ്യണം. അപ്പോൾ അതിന് ഓരോ ഡയലോഗ് ഇടും. അത് ഇപ്പോൾ ഈ സിനിമ വന്നിട്ട് 100K ക്യാമറയിലാണ് എടുത്തേക്കുന്നത്. ഈ സിനിമയുടെ OTT പാർട്ട്ണർ എന്ന് പറയുന്നത് ടെലിഗ്രാം ആണ്. ഞാൻ വിചാരിച്ചു ഈ OTT പാർട്ട്ണർ ടെലിഗ്രാം എന്ന് പറയുന്നത് ഏത് ആംഗിളിയാണെന്നുള്ളത്. എന്തായാലും ഈ ടെക്നോളജിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പയ്യൻ ഭാഷ, പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്ലാസ്സൊക്കെ അവിടെ എടുത്തു തുടങ്ങുവാൻ. ഞാൻ അവനോട് പറയും, ഇവിടെ U സർട്ടിഫിക്കറ്റ് ഓടുന്ന സമയത്ത് ഇവൻ വേറെ ഏതോ സർട്ടിഫിക്കറ്റ് പടമാണ് ഓടിക്കാൻ പോകണമെന്നുള്ളത്. അവന് ഒരു കാര്യം ഓർമ്മ വേണം, ഇപ്പുറത്തെ ഒരു ക്രോണിക് ബാച്ചിലർ നെഞ്ചുവേദനയായിട്ട് ഇരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് അവന് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ ഉത്തരവാദിത്തം പറയണം. ഞാൻ സിനിമ കാണാൻ പോയത് ആ സിനിമയിലെ ഹീറോയിനെ കാണാനാണ്. അപ്പോൾ ഹീറോയിൻ ആയതുകൊണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ 10 മിനിറ്റും കൂടെ പുള്ളിക്കാരനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഹീറോയിനെ കാണാൻ ഇരിക്കുമ്പോഴായിരിക്കും കുറേ പേര് ഈ ഹൈവേയിൽ ഈ ബ്രൈറ്റ് ഇട്ട് വരും, ഡിം അടിക്കാതെ. അങ്ങനെ മൊബൈൽ കത്തിച്ചുകൊണ്ട് കുറേ പേര് വരും. സീറ്റ് തപ്പി വരണമാണ്, കറക്റ്റ് സമയത്ത് വരുള്ളൂ. വന്നു കഴിഞ്ഞാലും മര്യാദയ്ക്ക് വരത്തില്ല. അവിടെ ഇരിക്കുന്ന ആളുടെ മുഖത്ത് ലൈറ്റ് അടിച്ച് അവരെ ചവിട്ടി അവരുടെ മുഖത്തേക്ക് ഇവരുടെ പിന്നാമ്പുറം കാണിച്ചേ അവർ കയറിയിരിക്കുള്ളൂ. എന്നിട്ടൊരു ചോദ്യമുണ്ട്, എന്താ എന്നുള്ളത്. എനിക്ക് എല്ലാമായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 200 രൂപ മുടക്കി 70mm സ്ക്രീനിൽ ഹീറോയിൻ്റെ മുഖം ഇങ്ങനെ കാണാൻ വേണ്ടി കുന്തളിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടത് മീശമാധവനിലെ കണിസീനാണ്. അങ്ങനെ ഞാൻ വളരെയധികം ഡിസപ്പോയിൻറ്റഡും ഡിസ്പറാഷുമായിട്ട് ഞാൻ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കേണ്ട, പുറത്തു പോകാമെന്ന്. പക്ഷേ പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ കുറേ പേര് തോക്കും പിടിച്ച് നിൽക്കും. തോക്കല്ല, മൈക്ക് പിടിച്ച് നിൽക്കും. അവരുടെ വിചാരിൻ്റെ അകത്ത് എന്താ മിലിറ്ററി ഓപ്പറേഷൻ നടക്കുകയാണ്. ഈ മിലിറ്ററി ഓപ്പറേഷൻ്റെ ഉത്തരവ് പറഞ്ഞിട്ട് വേണം ആഗോള എണ്ണവില നിയന്ത്രിക്കാൻ പറഞ്ഞിട്ട്. അവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെ ഉള്ളവരുടെ അഭിപ്രായം ചോദിക്കും. ഇനി എങ്ങനെ 1 വയസ്സുള്ള കൊച്ചി ഇവരെ കണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ യുവതലമുറ സിനിമ കണ്ട് പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷൻ കൊടുക്കും. ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങി സത്യാവസ്ഥ പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പടം കൊള്ളൂലെന്നെങ്ങാനും പറഞ്ഞാൽ ഫാൻസ് കയറി ഇടിക്കും. ഇനി കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് കയറിയവർ തന്നെ ഇടിക്കും. ഇതിപ്പോൾ 2 ആയാലും എനിക്ക് ഇടി ഉറപ്പാണ്. എന്തായാലും അങ്ങനെ പേടിച്ചിരുന്നതുകൊണ്ട് ഞാൻ കുറേ കഴിഞ്ഞിട്ട് വിത്ത് സെക്യൂരിറ്റി ഫോഴ്സോട് കൂടിയാണ് പുറത്തിറങ്ങിയത്. സെക്യൂരിറ്റി ഫോഴ്സ് ഉദ്ദേശിച്ചത് തിയേറ്റർ പൂട്ടാൻ വന്ന സെക്യൂരിറ്റി ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ പിന്നെ പുറത്തു പോയത്. എന്ത് തന്നെയായാലും ഈ സിനിമയും ജീവിതവും എനിക്ക് ഒരുപോലെയാണ് തോന്നുന്നത്. തിയേറ്ററിൽ വരുന്ന സിനിമയും ജീവിതവും. കാരണം എന്ന് പറഞ്ഞാൽ സിനിമ ജയിച്ചു കഴിഞ്ഞാൽ പൊക്കിയടക്കം ആൾക്കാരുണ്ടാവും, ഭയങ്കര ആഘോഷമായിരിക്കും. പൊട്ടി കഴിഞ്ഞാൽ തേച്ചൊട്ടിച്ച് അവിടെ ഹാങ്കറിലും തൂക്കും. ജീവിതത്തിലും അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, സിനിമയായാലും ജീവിതമായാലും പിക്ചർ അഭി ബാക്കി ഹേ ഭായി. വളരെ ക്രിസ്പ് ആൻഡ് ഷോർട്ട് ജോക്സ് ആയിരുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. രഘുവേട്ടാ, രമേശേട്ടാ. ശ്രീരാമ വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനം. താങ്ക് യു സർ. ഈ
ഒന്നാമത്തെ കാര്യം, നമ്മളൊരു തമാശ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം, കൈ, കാല്, മുഖമൊക്കെ എടുത്തുകൊണ്ട് ഈ തമാശയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ശ്രീരാമനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. മ്യൂട്ട് ചെയ്ത് ശ്രീരാമന്റെ പ്രകടനം നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാം മൗനപ്രാർത്ഥന നടത്തുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും ശരീരം ഉപയോഗിക്കാതെയാണ് ശ്രീരാം നിൽക്കുന്നത്. അപ്പൊ ഇരട്ടി ബാധ്യതയാണ് നമുക്ക്. പിടികിട്ടിയോ? അങ്ങനെ ഒരാൾ നിന്ന് തമാശ പറയുമ്പോൾ അതിൽ കണ്ടന്റ് ഓരോ 30 സെക്കൻഡിലും കയറിയില്ലെങ്കിൽ ഒട്ടും ചിരിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടും കാലുകൊണ്ടും നമുക്ക് പലതും കാണിച്ചു വെക്കുക, ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ച് അതിന്റെ അവസാനം കൊണ്ടൊരു തമാശ വെക്കാം. പക്ഷെ ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം ശ്രീരാം അനങ്ങാതെ നിന്ന് പറയാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് കണ്ടിട്ടുള്ളത് 2 ആൾക്കാരാണ്. ചില പാട്ടുകാർ ഇറങ്ങി നടന്ന് ഓഡിയൻസിനോട് കമോൺ കമോൺ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചെഴുന്നേപ്പിച്ച് ഡാൻസ് കളിപ്പിക്കും. ജാസി ഗിഫ്റ്റ് പാടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റേഡിയം മുഴുവൻ ഡാൻസ് കളിക്കുമ്പോഴും ജാസി ഗിഫ്റ്റ് ഇങ്ങനെ നിന്ന് ചുമ്മാ നിന്ന് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. SP ബാലസുബ്രഹ്മണ്യം പാടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഡിയം മുഴുവൻ ഡാൻസ് കളിക്കുമ്പോഴും അദ്ദേഹം അനങ്ങാണ്ട് നിന്ന് പാട്ട് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇവരുടെ വോയിസ് കൺട്രോള്, ഇവർക്ക് അതിന്റെ ഇവര് സെയിം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ശരീരം ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ അത്തരത്തിലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. 1. 2, നിങ്ങളുടെ ഒബ്സർവേഷൻ. ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാണ്? നിങ്ങൾ തന്നെയാണോ? നിങ്ങൾ തന്നെയാണെങ്കിൽ ഗംഭീര സ്ക്രിപ്റ്റാണ് ശ്രീരാം. വളരെ നല്ല അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള സ്ക്രിപ്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം ഈ മൾട്ടിപ്ലക്സ് പോക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, സിനിമയും സീരിയലുമായിട്ടുള്ള കമ്പാരിസൺ, രാഷ്ട്രീയത്തിന്റെ കമ്പാരിസൺ എല്ലാം ഗംഭീര സ്ക്രിപ്റ്റ് ആയിരുന്നു. സൂപ്പർ, താങ്ക്സ്. ഇത് ശ്രീരാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു സിനിമയാക്കാം. അല്ല, ചെറിയ സംഭവമാണെങ്കിൽ കൂടിയും അതിനകത്ത് ഒരുപാട് കണ്ടൻസുകൾ അടങ്ങിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ അഭിനയിക്കാം. കാരണം ഇപ്പൊ പിഷാരടി പറഞ്ഞ പോലെ യാതൊരു ചലനവും ഇല്ലാതെ ഈ സാധനങ്ങൾ ഇങ്ങനെ പിറക്കി ഇട്ടോണ്ടിരിക്കുകയാണ് അല്ലേ? അതാണ് വാരി ഇട്ടോണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് യാതൊരു മൂവ്മെന്റ്സും ഇല്ല. ബട്ട് നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് അതിനൊരു എക്സാമ്പിളാണ് ഈ പാട്ടുകാരുടെ കാര്യമൊക്കെ. പക്ഷെ ശരിയാണ്. അതുപോലെയാണ് ജയചന്ദ്രൻ. അദ്ദേഹം ഈ പാട്ട് പാടുന്ന സമയത്ത് ബഹളമൊന്നുമില്ല. അദ്ദേഹം കൂടുതൽ മെലോഡിയാ പാടുന്നത്. ഞാൻ പറയുന്നത് ആൾക്കാരെ പാടുന്നില്ല. ഓക്കെ, ശ്രീറാം. ഈ ശ്രീറാം എന്നുള്ളിടത്ത് ഞാൻ രാമാന്ന് വിളിച്ചാൽ താങ്കൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവും? ആ പേരില് കുഴപ്പമില്ല. അപ്പൊ എന്റെ മനസ്സിൽ കൂടി വരുന്ന ഒരു രാമനുണ്ട്, രാമൻ സീത അല്ലേ? രാമ 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 ജാനകി ജാനേ രാമ ജാനകി ജാനേ പ്രഭാതകാലേ പ്രകാശമേര ചിന്മയിരന്ദ നഖമുനി വൃന്ദ ലാ 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 നിത സംസാര സംസാര ഭവേദം മനോഭിരാമ ഭവേദം മനോഭിരാമ ജാനകി ജാനേ രാമ. ഈ പാട്ട് ഞാൻ ഇപ്പൊ ശ്രീരാമ എന്ന് പറഞ്ഞ ആ സാധനം രാമൻ മനസ്സിൽ വന്ന് കയറിയാണ്. അതാണ് എനിക്ക് അതിനകത്തുള്ള ലിറിക്സ് കംപ്ലീറ്റ് കിട്ടി. ഒന്നും വേണ്ട, ഇതിനകത്ത് വേറെ പ്രത്യേകത ഉണ്ട് ഈ പാട്ടിന്. അതും കൂടെ പറഞ്ഞ് നമുക്ക് ഈ സെഗ്മെന്റ് ഇതിനൊരു പ്രത്യേകത, ഇത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള 1-ാം തരം പാട്ടുകളിൽ ഒന്നാണ്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഈ ഒരു സിനിമ മാത്രമേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ. ഈ പാട്ട് ജാനകി ജാനേ രാമ കഥന നിദാനം, ഈ പാട്ട് എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരി എന്ന് പറയുന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയും സംഗീതം ചെയ്തിരിക്കുന്നത് നൌഷാദ് എന്ന പേരുള്ള ഒരു ഇസ്ലാം മതവിശ്വാസിയുമാണ്. അവർ ധ്വനി നസീർ സാറും ജയറാമേണ്ണുമാണ്. ഈ പാട്ട് കമ്പോസ് ചെയ്തതും എഴുതിയതും 2 ഇസ്ലാം മതവിശ്വാസികളാണ്. ഏറ്റവും നല്ല ഒരു രാമനെ കുറിച്ചുള്ള പാട്ട്. ആരാ ഇത് പാടിയത്? യേശുദാസ്. ഇപ്പൊ ഇതിവിടെ പാടിയതാരാ? ഭീമൻ രഘു. അപ്പൊ പറഞ്ഞു വരുന്നത് കലയ്ക്ക് ജാതി മതം ഒന്നുമില്ല. കലയെ സംബന്ധിച്ച് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല.
Okay, thank you so much, Sriram. നല്ല പെർഫോമൻസ് ആയിരുന്നു. Good comments. വീണ്ടും വരിക. And now moving on to our special segment, the Excellence Award. ഈ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായിട്ടുന്ന താരം ഹാസ്യകലാരംഗത്ത് കഴിഞ്ഞ 3 ദശാബ്ദ കാലങ്ങളായി സജീവമായി പ്രവർത്തിച്ചു വരുന്ന അല്ലെങ്കിൽ നിരവധി സംഭാവനകൾ നൽകിയ കലാകാരൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ ഹരിശ്രീ ബ്രിഗേഷ്. ബ്രിജേഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമസ്കാരം ബ്രിജേഷേ. ആഹാ, ഓഹോ. ബ്രിജേഷ് ചേട്ടൻ 10-30 വർഷമായില്ലേ ബ്രിജേഷ് ചേട്ടൻ? 30 വർഷമായി. 30 വർഷമായി മിമിക്രിയിൽ നിൽക്കുന്നു. ബ്രിജേഷ് ചേട്ടൻ 30 വർഷമായെങ്കിലും ബ്രിജേഷ് ചേട്ടൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടത് അന്ന് കാലത്ത് ഒരു അപരന്മാരെ വെച്ചുകൊണ്ടുള്ള പരിപാടിയിൽ ഹരിശ്രീ അശോകൻ ചേട്ടന്റെ അപരനായിട്ടൊരു വരവ് വന്നു. അതെ, അതെ. മുടിയൊക്കെ ചുരുട്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് അന്ന് കണ്ടവരെല്ലാം ഇത് അശോകൻ ചേട്ടൻ തന്നെയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ്. അല്ല, ഇപ്പോഴും ഹരിശ്രീ അശോകനെ ഇതുപോലെ ഇരിക്കുന്നു. അല്ലേ? ഹരിശ്രീ അശോകൻ വിഗ് വെച്ചിട്ടില്ല, ഇതുപോലെ തന്നെ ഇരിക്കും. ഒറിജിനൽ അശോകൻ ഇത് തന്നെ. ഇപ്പോഴും അശോകൻ ചേട്ടന്റെ അപരനായി വന്നു. പിന്നെ ചില സിനിമകളിൽ അഭിനയിച്ചു. ഒരുപാട് കോമഡി വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്രിജേഷ് ചേട്ടാ, എങ്ങനെയായിരുന്നു ഇങ്ങോട്ട് ഈ മിമിക്രിയിലോട്ടുള്ള എത്തിപ്പെടലിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ബ്രിജേഷ് ചേട്ടാ? തുടക്കം ഞാൻ ചേർത്തലക്കാരനാണ്. ചേർത്തലയിൽ കൊച്ചിൻ ആർട്സ് എന്ന് പറഞ്ഞ ട്രൂപ്പിലൂടെയാണ് ഞാൻ വരുന്നത്. അതിനുശേഷം ഹരിശ്രീയിലേക്ക്, അശോകൻ ചേട്ടൻ സിനിമയിലേക്ക് പോയ ഗ്യാപ്പിൽ ഹരിശ്രീയിലേക്ക് വന്നു. പിന്നെ 2-3 വർഷം ഹരിശ്രീയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പല പല ട്രൂപ്പുകളിൽ പല ട്രൂപ്പുകളിൽ വന്നു. അന്ന് ഈ ഒരു മൊന്തക്കകത്ത് കൈ ഇട്ടിട്ട് കൈ കൊടുക്കുന്ന ഒരു ഐറ്റം ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങൾ കളിച്ച നാട്ടുകാരെ മുഴുവൻ ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോക്ടറും രോഗി എന്ന് പറയുന്ന ഐറ്റത്തിലാണ് അത് കളിച്ചുകൊണ്ടിരുന്നത്. ഈ അശോകൻ ചേട്ടന്റെ ഗ്യാപ്പിലാണ് ഹരിശ്രീയിലേക്ക് ബ്രിജേഷ് ചേട്ടൻ എത്തുന്നത്. ഹരിശ്രീ ബ്രിജേഷ് തന്നെയാണ് അറിയപ്പെടുന്നത്. അതെ. അപ്പൊ അതിനു മുമ്പ് ആരെയൊക്കെയായിരുന്നു അനുകരിച്ചതും ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ? അന്ന് അനുകരണമല്ല, ഞാൻ കൂടുതലും അന്ന് സ്കിറ്റുകളായിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. സ്കിറ്റായിരുന്നു അന്നും ഇന്നും സ്കിറ്റാണ് നമ്മള്. പിന്നെ അശോക് ചേട്ടന്റെ ഒരു രൂപസാദൃശ്യം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഡയലോഗ് പഠിച്ചത്. രൂപസാദൃശ്യം വന്നുകൊണ്ട് പഠിച്ചതാണ് അല്ലേ? അതെ. ഈ ബ്രിജേഷ് ചേട്ടന്റെ ഒരു വലിയ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ബ്രിജേഷ് ചേട്ടന്റെ കഥ അതിപ്പോ ചേട്ടൻ നിൽക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടെ പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കഥയാണെങ്കിലും ഒന്നുകൂടെ പറയണം. ഒരു വലിയ ജ്വല്ലറി എന്നെ ഒരു പരിപാടി ഏൽപ്പിച്ചു. അവരുടെ ഫുൾ വെഡ്ഡിങ് സെന്ററിലെ 500ഓളം ജോലിക്കാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് അപരന്മാരെ ഞാൻ കൊണ്ടുവന്ന അപരന്മാരെല്ലാം രാഷ്ട്രീയത്തിലുള്ള അപരന്മാരാണ്. അപ്പോൾ സാജു കൊടിയൻ ചേട്ടന്റെ വാജ്പേയി വരും. ഞാൻ വാജ്പേയിയോട് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളുണ്ടോ അവരുടെ എല്ലാം അപരന്മാർ ആ ഷോയിൽ വരുന്നുണ്ടായിരുന്നു. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ അപരനായിട്ടാണ് വരുന്നത്. കാരണം മുഴുവൻ താടിയുണ്ട്. താടി നരപ്പിച്ച് തലയെ കെട്ടൊക്കെ കെട്ടി ഒരു കണ്ണാടിയൊക്കെ കെട്ടിയിട്ട് ബ്രിജേഷ് ചേട്ടൻ വരും. അപ്പോൾ ബ്രിജേഷ് ചേട്ടൻ സ്റ്റേജിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റേജിൽ ഓഡിയൻസ് ഒക്കെ ഇരിക്കെ ചോദിച്ചു, സാർ ഹമാരെ ഓഡിയൻസെ കുച്ച് ബാത് ചിത് കർ സക്താ ഹൈ ക്യാ എന്ന് ചോദിച്ചു. അപ്പം ഈ ചോദ്യം ബ്രിജേഷ് ചേട്ടൻ ഞാനും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. സ്റ്റേജിൽ വെച്ച് ഞാനിത് ഹിന്ദി ചോദിച്ചപ്പോൾ ഈ മൻമോഹൻ സിംഗ് എന്നെ ഒരു നോട്ടം നോക്കി. നീ എന്നോട് ഇതൊന്നും ഇത്രയും നാൾ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, ഈ സ്റ്റേജിൽ വെച്ചാണോ ഇത് ചെയ്യുന്നതെന്നുള്ളൊരു നോട്ടം നോക്കിയിട്ട് ബ്രിജേഷ് ചേട്ടൻ ഉത്തരവില്ലാണ്ട് മിണ്ടാണ്ട് നിന്നു. സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ മൻമോഹൻ സിംഗ് ഒന്നും സംസാരിക്കില്ല എന്നും പറഞ്ഞ് ഒരുപാട് തമാശകൾ വരുമായിരുന്നു. അപ്പൊ ഈ മിണ്ടാതെ നിന്നതിനൊരു കൈയടി കിട്ടി. പെട്ടെന്ന് ആൾക്കാർ ഓർത്തു ഇത് തമാശാന്ന്, പുള്ളിക്കൊന്നും പറയാനില്ല എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ആ കൈയടി കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായി കിട്ടിയ കൈയടി ഇതിനുള്ളതാണെന്ന് പറഞ്ഞ് ഞാൻ സർ പ്ലീസ് 2 words to our audience പുള്ളിക്ക് മിണ്ടാൻ വയ്യാട്ടോ. ബ്രിജേഷ് ചേട്ടൻ എന്താ പറയണ്ടെന്ന് ഒരു പിടുത്തല്ലോ. കുറച്ചു ഞാൻ സർ പ്ലീസ് 2 words പെട്ടെന്ന് ഒന്ന് ഡയലോഗ് കിട്ടാഞ്ഞിട്ട് ഈ ബ്രിജേഷ് ചേട്ടൻ എന്ത് ചെയ്യുന്നറിയോ, മൻമോഹൻ സിംഗിന്റെ രൂപത്തിൽ നിന്നിട്ട് നെക്സ്റ്റ് ഹരിശ്രീ അശോകൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ്, അതാണ് കാണാന്ന് എന്തൊരു കയ്യടിയായിരുന്നറിയാം. കാരണം മൻമോഹൻ സിംഗ് വന്ന് ഹരിശ്രീ അശോകനെ കാണിച്ചിട്ട് പോയി. ഒരുപാട് പേര് അതൊരു നല്ല ഐറ്റം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അതിന്റെ ആളാണ് ബ്രിജേഷ് ചേട്ടൻ. പിന്നെ ബ്രിജേഷ് ചേട്ടൻ്റെ ഒരു ഓർമ്മയും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്നു കടവന്തർ ഭാഗത്തുള്ള ഏതോ ഒരു റെസിഡൻസ് അസോസിയേഷൻ നമ്മുടെ ഒരു അപ്പൊ ബ്രിജേഷ് ചേട്ടൻ ഈ വലിയ വൃത്തിയുടെ ആളാണ്. ഈ ഒരു ടേബിൾ പുള്ളിക്ക് സ്വന്തം വേണം. അതേ കൊണ്ട് നമ്മുടെ മൊബൈൽ വെച്ചാലും ശാരി മൊബൈൽ എടുത്ത് മാറ്റിക്കുക എൻ്റെ ഇങ്ങനെ പറയുന്ന ഒരാളാണ്. കാരണം പുള്ളിയുടെ വേഷങ്ങൾ സാധനങ്ങളൊക്കെ അടുക്കി കൃത്യമായിട്ട് വെക്കും. അത് കൃത്യമായിട്ട് ഒരുങ്ങി വരും. അതിലൊന്നും യാതൊരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ബ്രിജേഷ് ചേട്ടൻ ഒറ്റയ്ക്ക് ഇതൊക്കെ അടുക്കുന്നതിന്റെ ഇടയിൽ വർത്താനം പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഞാൻ ചെന്നിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരു ആർട്ടിസ്റ്റോട് പറഞ്ഞു, മുഹമ്മദ് പ്രസാദ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, ഞാൻ ബ്രിജേഷ് ചേട്ടൻ ഒറ്റയ്ക്ക് വർത്താനം പറയുന്നുണ്ട്, എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്തൂടെ പോയി നോക്കുമ്പോൾ ശരിയാ, ഒറ്റയ്ക്ക് വർത്താനം പറയണ്ട്. പിന്നെ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ ഈ ടേബിൾ ഇട്ടേക്കുന്നത് ഒരു കർട്ടന്റെ
അടുത്ത ഈ തുണി കൊണ്ട് നമുക്ക് ബാക്കിൽ മറച്ചിട്ടുണ്ടല്ലോ, ഈ കർട്ടന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഈ കർട്ടൻ വിരലുകൊണ്ട് ഇങ്ങനെ നീക്കിയിട്ട് 2 പിള്ളേർ ഇംഗ്ലീഷിൽ അങ്കിൾ വാട്ട് ആർ യു പെർഫോമിങ് പ്ലീസ് സേ ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇംഗ്ലീഷിൽ പറയുക. അപ്പൊ ഈ ഇംഗ്ലീഷ് ചോദിക്കണത് മനസ്സിലാകാഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഇവരോട് പറയുന്നതാണ് ബ്രിജേഷ് ചേട്ടൻ. ഞാനിത് കണ്ടിട്ട് ഞാൻ ചെന്ന് ചോദിച്ചു, ബ്രിജേഷ് ചേട്ടാ എന്താണ്? പിള്ളേർക്ക് ഭ്രാന്ത്. ഓർമ്മയുണ്ടോ ചേട്ടന്? അവരെന്നെ നിർത്തി ഇംഗ്ലീഷ് ഇങ്ങോട്ട് പറഞ്ഞിട്ടിരിക്കണേ, ഞാനല്ലേ എന്ത് ചെയ്യാൻ പറ്റും? അത് കുറെ കഥകളുണ്ട്. ബ്രിജേഷ് ചേട്ടന് പുറകോട്ട് ഇച്ചിരി മുടി ഉണ്ടായിരുന്നു. അന്ന് ഈ മുഹമ്മദ് കത്തനാര് ചെയ്യാൻ വേണ്ടി ഞാൻ വളർത്തിയാണ്. കത്തനാര് അതിലേക്ക് വരാം. അപ്പം ഈ മുടി വളർത്തിയ ബ്രിജേഷ് ചേട്ടൻ ഒരു ദിവസം ബൈക്കിൽ വന്ന് മുഹമ്മദ് പ്രസാദ് ഏട്ടനും ബ്രിജേഷ് ചേട്ടനും കൂടെയാണ് നമ്മുടെ ട്രൂപ്പിന്റെ വണ്ടി കയറുന്നത്. ഒരു കാലിബർ ബൈക്കുണ്ട് ബ്രിജേഷ് ചേട്ടന്, ഇല്ലേ? അപ്പൊ ഞാൻ നോക്കും, അന്ന് പുറകിൽ വെക്കുന്ന ആള് ഹെൽമെറ്റ് വെക്കണം എന്നുള്ള നിയമമില്ല. പക്ഷെ പുറകിലിരിക്കുന്ന മുഹമ്മദ് പ്രസാദ് ഏട്ടൻ ഹെൽമെറ്റ് വെച്ചിട്ട് ചേട്ടൻ ഹെൽമെറ്റ് വെക്കാണ്ട് ബൈക്കിൽ വരുന്നു. അപ്പൊ ഞാൻ വണ്ടി കയറിയപ്പോ എനിക്ക് ഇതിനകത്തൊരു കഥയുണ്ടല്ലോ എന്ന് മനസ്സിലായി. ഞാൻ വണ്ടിക്കകത്ത് കയറിയപ്പോ പ്രസാദിനോട് ചോദിച്ചു, ചേട്ടൻ എന്തിനാ ഹെൽമെറ്റ് വെച്ചെന്ന് ചോദിച്ചപ്പോഴേ അവന്റെ മുടി പറന്ന് എന്റെ കണ്ണിലും മുഖത്തും ഒക്കെ അടിക്കുന്നുണ്ട്. പുള്ളിയുടെ മുടി ബൈക്കിൽ വരുമ്പോ ഇങ്ങനെ പറന്നിട്ട് മുഹമ്മദ് പ്രസാദ് ഏട്ടന്റെ കവിളത്തിട്ട് അടിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ഈ പുള്ളിയുടെ ഹെൽമെറ്റ് പുള്ളി വെച്ചോണ്ട് വന്നോണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കഥകളാണ് ചേട്ടാ. പറ, പുതിയ വിശേഷങ്ങൾ പറ. പുതിയ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വർക്കുകൾ ഉണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നു. ഞാൻ അഭിനയിച്ച ഒരു പടം ഈ മെയ് 27-ന് റിലീസായി. പടത്തിന്റെ പേര് സൺ ഓഫ് അലി ബാബ 41 ശ്രീ നജീബ് അലി ആണ്. സിനിമകളുണ്ട്, ഇടയ്ക്ക് ചില ഷോർട്ട് ഫിലിമുകളുണ്ട്. ഇടയ്ക്ക് ഒന്ന് വിദേശത്തായിരുന്നു കുറച്ച് നാള് ജോലിക്കായിട്ട് പോയി. ഒരു 8 മാസം ജോലിക്കായിട്ട് പോയി ഞാൻ തിരിച്ചു പോയി. അതെവിടെയാ പോയത്? എവിടെയാ? അത് മസ്കറ്റിൽ. ജോലി കിട്ടിയോ അവിടെ? ജോലി അത് നമ്മൾ ഉദ്ദേശിച്ച ജോലിയല്ലേ കിട്ടിയത്. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു പുള്ളി ഒരു കലാകാരനാ. പുള്ളിക്ക് അവിടെ പിടിച്ചേക്കാനൊന്നും അല്ലല്ല, അവിടെ ചെന്നിട്ട് ഇതിന്റെ മിമിക്രിയോ അങ്ങനെ എന്തെങ്കിലും കുറെ സംഭവം അവിടെ ചെന്നിട്ട് ഞാൻ വെള്ളിയാഴ്ച ദിവസമൊക്കെ പോയിട്ട് വ്യാഴാഴ്ച വൈകുന്നേരം പോയിട്ടൊക്കെ പള്ളി പോയപ്പോ മിമിക്രി കാണിക്കും. പള്ളിയിലല്ല, നമ്മുടെ മലയാളി അസോസിയേഷൻ മലയാളികളുടെ ഒക്കെ പരിപാടികൾ കാണിക്കും. ബ്രിജേഷ് ചേട്ടൻ ഈ സീരിയൽ കത്തനാർ എന്ന് പറയുന്ന സീരിയൽ ഹിറ്റായ സമയത്ത് പെട്ടെന്ന് ആ രൂപത്തിലേക്ക് മാറി. കത്തനാര് ആദ്യം ചെയ്തത് വേറൊരാളല്ലായിരുന്നു, പ്രകാശ് പോള്. മുറ്റത്ത് കുത്തിയ കത്തനാരായിരുന്നു. ഇത് കുടമുറ്റത്ത് കുത്തിയ കത്തനാർ എന്നും പറഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. കുടമുറ്റത്ത് കുത്തിയ കത്തനാർ, അതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്തും ഒരു രസമുണ്ട്. ഞങ്ങൾ പാലഭാഗത്ത് എവിടെയോ ഒരു വലിയ സദസ്സിൽ അന്ന് കത്തനാർ ഓഡിയൻസിന്റെ ഇടയിൽ കൂടെയാണ് നടന്നു വരുന്നത്. എല്ലാവരും ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് ഭയങ്കര മ്യൂസിക് ഒക്കെ ഇട്ട് വരും. വലിയ ആരാധകരാണ്. ഈ രൂപം വന്ന് എല്ലാ ദിവസവും സന്ധ്യക്ക് സീരിയൽ കാണുന്നത് കാരണം ഈ ഇതൊക്കെ ഇട്ടിട്ട് വടിയൊക്കെ കറക്കി തൊപ്പിയൊക്കെ വെച്ച് വരുമ്പോൾ എല്ലാവർക്കും വലിയ രസമാണ്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുക്കും. ഈ കത്തനാർ വരുമ്പോൾ ആൾക്കാർ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കും. അപ്പൊ ഞാൻ അനൗൺസ് ചെയ്തിട്ട് അപ്പൊ ഇദ്ദേഹം ഈ സമയമാവുന്നതിന് കുറച്ച് മുമ്പേ ചെന്ന് ഓഡിയൻസിന്റെ ഏറ്റവും ബാക്കിൽ പോയിരിക്കും. അവിടെ നിന്നാണ് ഈ നടന്നു വരുന്നത്. തൊപ്പിയൊക്കെ ഇട്ട് പതുക്കെ ആരും കാണാണ്ട് ഈ വേഷത്തിൽ ബാക്കിൽ പോയിരിക്കും. ഞാൻ അനൗൺസ് ചെയ്തിട്ട് അന്ന് ബ്രിജേഷ് ഒരു ഷൂസ് ഒക്കെ പുതിയത് മേടിച്ചിട്ടുണ്ട് കേട്ടോ അന്നത്തെ ദിവസം. അപ്പോ ഞാൻ അനൗൺസ് ചെയ്തു കത്തനാർ എന്ന് പറഞ്ഞിട്ട് കുറെ നേരമായിട്ട് കാണുന്നില്ല. കുറച്ചധികം നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പൊ അഫ്സലിക്കയുടെ പാട്ടുണ്ട്. ഞാൻ കത്തനാർ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞ അടുത്ത അഫ്സലിക്കയുടെ പാട്ട് അനൗൺസ് ചെയ്തു. ഞാൻ ഓടി പുറകിലോട്ട് കത്തനാർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി. ഞാൻ ചെന്നപ്പം ഈ ഓഡിയൻസ് ഇരിക്കുന്നു. ഓഡിയൻസ് കഴിഞ്ഞിട്ടൊരു റോഡാണ്. ഈ റോഡും കഴിഞ്ഞൊരു കടയുണ്ട്. ആ കടയുടെ തിന്നേല് ബ്രിജേഷും കത്തനാറും ഷൂട്ടിങ്ങിന് ഇരിക്കുക. ഞാൻ പറഞ്ഞു, ചേട്ടാ അനൗൺസ് ചെയ്ത് കേട്ടില്ല, എന്താ വരാത്തെ? ഇത് നോക്ക് എന്ന് പറഞ്ഞപ്പം ആ ഓഡിയൻസ് തുടങ്ങണതിൻ്റെ ഇടയിൽ ഒരു വലിയ ചെളിവെള്ളക്കെട്ട് കിടപ്പുണ്ട്. മഴ പെയ്തിട്ട് ഇന്നലെ അങ്ങാണ്ട് മഴ പെയ്തത്. പുള്ളിയുടെ പുതിയ ഷൂസ് ആണല്ലോ. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞതാണ് ഇവിടെ 4 ഇഷ്ടിക ഇട്ട് തരണമെന്ന്. അത് ഇട്ട് തന്നിട്ടില്ല. ഞാൻ എന്റെ ഷൂസിൽ ചെളിയാക്കൂല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. അതുപോലെ തന്നെ പിന്നെ ഈ കത്തനാറുടെ സൈഡിൽ ഇങ്ങനെ കിട്ടുന്ന ചരടുണ്ടല്ലോ. അപ്പൊ ഈ ഓഡിയൻസിൽ ഈ കുസൃതി പിള്ളേരുണ്ടാവും. അപ്പൊ ഈ മാന്ത്രികൻ മഹാമാന്ത്രികന്റെ സ്ലോ മോഷനിലൊക്കെ എനിക്ക് നടന്ന പിള്ളേർ ഈ ചരടെ പിടിച്ച് പുറകോട്ട് വലിക്കും. ഞാൻ വിടന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കില്ല. ബ്രിജേഷ് ചേട്ടന്റെ വേദികളിൽ ഏറ്റവും കൈഡി കിട്ടിക്കൊണ്ടിരുന്ന ഇനങ്ങൾ എന്തൊക്കെയായിരുന്നു ബ്രിജേഷ് ചേട്ടാ? വേദികളിൽ അശോകൻ ചേട്ടൻ, പിന്നെ കത്തനാര്. നമുക്ക് അശോകൻ ചേട്ടന്റെ ശബ്ദം ഒന്ന് ഞങ്ങൾക്ക് ഇരിക്കാവോ? എന്റെ പൊന്നു ദൈവമേ, ഞാൻ ചപ്പാത്തി തിന്നാറില്ല, ഞാൻ ചോറാണ് കഴിക്കാറുള്ളത്. അതുകൊണ്ടാണ് പിന്നെ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ നല്ല വിശപ്പ്, ഇത്തിരി ചോറ് തരുക. എന്തുകൊണ്ടാണെന്നറിയില്ല, കൃഷ്ണന്റെ വേഷം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പുറകെ പെൺപിള്ളേരുടെ ഒരു ഘോഷയാത്ര. എന്നാൽ ഞാൻ അങ്ങോട്ട് ചോറ്. താങ്ക് യു ബ്രിജേഷ് ചേട്ടാ, ഒരുപാട് നന്ദി, സന്തോഷം അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരമുണ്ടത് ഏറ്റുവാങ്ങണം. ഒത്തിരി സന്തോഷം. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് രഘുചേട്ടനെയും രമേശ് ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
ശ്രീ ഹരിശ്രീ ബ്രിജേഷ് ചേട്ടൻ അദ്ദേഹം പറഞ്ഞു ഹരിശ്രീ അശോകൻ ചേട്ടൻ ട്രൂപ്പിൽ നിന്ന് പോയ ഒഴിവിലേക്ക് ഹരിശ്രീയിൽ എത്തിയ ഒരാളാണ്. കാരണം അന്നൊക്കെ ട്രൂപ്പുകളിൽ ഉണ്ടാക്കുന്ന ഓരോ സ്കിറ്റുകളും ഓരോരുത്തരുടെയും രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അന്ന് അപരനായി എത്തി. പക്ഷെ പിന്നീട് ഒരപരൻ എന്നതിനപ്പുറം ഒരുപാട് വേദികളിൽ തൻ്റെതായ മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ടെലിവിഷൻ പരിപാടികൾ, ഓഡിയോ കാസറ്റുകൾ, സിനിമകൾ, ഷോർട്ട് ഫിലിമുകൾ, പരമ്പരകൾ, അങ്ങനെ കലയുടെ സമസ്ത മേഖലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ഹരിശ്രീ ബ്രിജേഷ് ചേട്ടൻ. അദ്ദേഹത്തിന് കൊച്ചിൻ റിലാക്സ് എന്ന് പറയുന്ന സ്വന്തം ട്രൂപ്പ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് കലാകാരന്മാർക്ക് അതിലൂടെ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ മലയാളികളെ വർഷങ്ങളായി ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മികച്ച പ്രതിഭയ്ക്ക് ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഭാഗത്ത് നിന്നും ചെറിയ ഒരു ആദരവ്. ഒരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. പറ. ഞാൻ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ പടത്തിന്റെ പൂജ കഴിഞ്ഞു. ഓഗസ്റ്റ് മാസം ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. We've come to the last part of our show. അസി വയനാട്, ശ്രീറാം ഇവർ രണ്ടുപേരുമാണ് ഇന്ന് പെർഫോം ചെയ്തത്. ഇവരിൽ ആരാണ് ദി ബെസ്റ്റ് പെർഫോമർ നമുക്കറിയാം. രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അസി വയനാട്, ശ്രീറാം രണ്ട് മികച്ച പ്രതിഭകളുടെ പ്രകടനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. അസി വയനാട് ചില സമയങ്ങളിലൊക്കെ ഒരു മോണോ ആക്ടിന്റെ വക്കത്തേക്ക് എത്തുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. അദ്ദേഹം നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചു. ഏറ്റവും കൂടുതൽ തമാശകളുടെ എണ്ണം പരിശോധിച്ചാൽ നമ്മളെ കൂടുതൽ ചിരിപ്പിച്ചത് ശ്രീറാമാണ്. ഈ രണ്ട് പ്രകടനങ്ങളിൽ മികച്ചു നിന്നത്, ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ശ്രീറാം. ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. Until then, bye bye.